എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം, സ്വാഗതം. സ്വൈപ്പിൾ ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ MCQ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ നമ്മൾ ഫിറ്റർ ട്രേഡുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 10 മൊഡ്യൂളുകളാണ് ഉള്ളത്. സോ അതിൽ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം ആണ്. അപ്പോൾ ആ ഒരു മൊഡ്യൂളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഒന്നാമത്തെ മൊഡ്യൂൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് മാർക്കിംഗ് മീഡിയ, ലീനിയർ മെഷർമെന്റ് അല്ലെങ്കിൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, കാലിപ്പേഴ്സ്, ദെൻ മാർക്കിംഗ് പഞ്ചസ്, സർഫസ് ഗേജ്, മാർക്കിംഗ് ഓഫ് ടേബിൾസ്, പാരലൽസ്, കോമ്പിനേഷൻ സെറ്റ്. ഇതാണ് നമ്മുടെ ഒരു സിലബസ്. സോ ഈ സിലബസിൽ നിന്നും വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇത് മൊഡ്യൂൾ 1, അതുപോലെ തന്നെ മൊഡ്യൂൾ 2 ഉണ്ടാവും. നമുക്ക് രണ്ടും ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. സോ ചോദ്യം ഇതാണ്: ദ ബേസ് യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ആസ് പെർ സിസ്റ്റംസ് ഇന്റർനാഷണൽ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, മിക്ക എക്സാമുകൾക്കും ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ്. സോ ദ ബേസ് യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ആസ് പെർ സിസ്റ്റം ഇന്റർനാഷണൽ ഏതായിരിക്കും വരുന്നുണ്ടാവുക? സോ ഒന്ന് കൊടുത്തിരിക്കുന്ന ഡിഗ്രി ഫാരൻഹീറ്റ്, ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്ന ജൂള്, ഓപ്ഷൻ സി ഡിഗ്രി സെന്റിഗ്രേഡ്, ഓപ്ഷൻ ഡി കെൽവിൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നുണ്ടാവുക. സോ ബേസ് യൂണിറ്റ് ഒന്ന് അൺമ്യൂട്ട് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞിരുന്നാൽ മതി. അറിയാവുന്നവർക്ക് ആദ്യം അങ്ങ് പറയാം, കുഴപ്പമില്ല. അപ്പൊ ഏതായിരിക്കും വരുന്നുണ്ടാവുക? മെസ്സേജ് ഞാൻ കാണുന്നുണ്ടാവില്ല, പക്ഷെ അത് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞിരുന്നാൽ മതിയാവും. ഓക്കെ, ഓപ്ഷൻ ഡി കെൽവിൻ, ഓപ്ഷൻ സി ഡിഗ്രി സെന്റിഗ്രേഡ്, ജൂള്, ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഡിഗ്രി ഫാരൻഹീറ്റ്. ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി പറഞ്ഞിട്ടുണ്ട്. സോ ശ്രദ്ധിക്കുക, നമ്മൾ സിസ്റ്റം ഇന്റർനാഷണൽ പ്രകാരം ടെമ്പറേച്ചറിന്റെ ആ ഒരു യൂണിറ്റ് വരുന്നതെന്ന് വെച്ചാൽ കെൽവിൻ ആണ്. ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. കെൽവിൻ ആണ് എന്നുള്ള ഓർത്തിരുന്നത്. ടെമ്പറേച്ചറിന്റെ കെൽവിൻ ആണ്. സോ ആ ഒരു സിസ്റ്റം ഇന്റർനാഷണൽ പ്രകാരമുള്ള യൂണിറ്റ്സുകൾ ബേസിക്കലി നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? ഈ പറയുന്ന 7 യൂണിറ്റുകൾ, ഫണ്ടമെന്റൽ ആയിട്ടുള്ള 7 യൂണിറ്റ്സുകൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ലെങ്ത് വരുന്നുണ്ട്, അത് മീറ്ററിലാണ് പറയുന്നുണ്ടാവുക. ലെങ്ത് മീറ്ററിലാണ് എം വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക. വളരെ ബേസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. മാസ് നമുക്കറിയാം കിലോഗ്രാമിലായിരിക്കും പറയുന്നുണ്ടാവുക, kg വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാകും. ടൈം നമ്മൾ സെക്കൻഡ്സിൽ പറയുന്നു, എസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവും സിമ്പിൾ. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ആംപിയർ ആണ്. സോ എ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ടെമ്പറേച്ചർ വന്നിട്ട് കെൽവിൻ ആണ്, കെ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ചോദ്യം ഇതായിരുന്നു, നമ്മുടെ ഇന്റർനാഷണൽ സിസ്റ്റം അല്ലെങ്കിൽ SI യൂണിറ്റ് പ്രകാരം എന്താണ്? SI യൂണിറ്റ് പ്രകാരം ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്താണ് എന്നുള്ള ചോദ്യമാണ് ബേസിക്കലി ചോദിച്ചത്. അപ്പം കെൽവിൻ ആണ് എന്നുള്ള ഓർത്തിരിക്കാം. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ മോള് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു, MOL ആണ് സിമ്പിള്. ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില ആണ്, CD വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പം അവിടെ നിന്നും വളരെ ബേസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പം നമ്മുടെ ആ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ മെഷറിംഗ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യം വരാറുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങളോട് ചോദിക്കുക ആവശ്യമായ ടൈമിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ടിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താണ്? ഓക്കെ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ ഓർത്തിരിക്കാൻ ചോദിച്ചിട്ടുള്ളതാണ് മീറ്റർ എന്ന് പറയുന്നത്, ഒരു മീറ്റർ എന്ന് പറയുന്നത് 1000 mm ആണെന്ന് ഓർത്തിരിക്കാം. കൺവേർഷൻ ആണ്. സെന്റിമീറ്റർ, ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 mm ആണെന്നുള്ള അറിയാം. ചോദിച്ചിട്ടുള്ളത് ഒരു മില്ലിമീറ്റർ എന്ന് പറയുന്നത് എത്ര മൈക്രോമീറ്റർ ആണ്? 1000 മൈക്രോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്. ദാറ്റ് ഈസ് 0.001 mm ആണെന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ അത്തരത്തിൽ എന്താണ് 1 മൈക്രോമീറ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 0.001 mm ആണെന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ചോദ്യം ഇതാണ്: മാർക്കിംഗ് മീഡിയ വൈറ്റ് വാഷ് ഈസ് പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് ഡാഷ്. വൈറ്റ് വാഷ് എന്ന് പറയുന്ന ഒരു മാർക്കിംഗ് മീഡിയ നമുക്കറിയാം. ആ മാർക്കിംഗ് മീഡിയ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? മിക്സിംഗ് ഡാഷ്. എന്തൊക്കെ മെറ്റീരിയൽ മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ വൈറ്റ് വാഷ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ചോക്ക് പൗഡർ വിത്ത് ആൻഡ് വാട്ടർ, അല്ലെ, ചോക്ക് പൗഡറും വാട്ടറോടെ മിക്സ് ചെയ്യുക. ഓപ്ഷൻ ബി ചോക്ക് വിത്ത് മിഥൈലേറ്റഡ് സ്പിരിറ്റ്. ഓപ്ഷൻ സി ലെഡ് പൗഡർ വിത്ത് ടർപ്പന്റൈൻ. ഓപ്ഷൻ ഡി എനി ഓഫ് ദ അബവ്. ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഓപ്ഷൻ ഡി. യെസ്, ഓപ്ഷൻ ഡി തന്നെയാണ്, ഓൾ ഓഫ് ദി അബവ് അല്ലെങ്കിൽ എനി വൺ ഓഫ് ദി അബവ് ആണ്, അല്ലെ. അപ്പൊ ഇത്തരത്തിൽ ഏത് വേണമെങ്കിലും ആവാം. ചോക്ക് പൗഡറും വാട്ടറും ആവാം, ചോക്ക് പൗഡറും മിഥൈലേറ്റഡ് സ്പിരിറ്റും ആവാം, വൈറ്റ് ലെഡ് പൗഡറും ടർപ്പന്റീനും ആകാം. അപ്പൊ മാർക്കിംഗ് മീഡിയ വൈറ്റ് വാഷുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വൈറ്റ് വാഷ് ഇസ് പ്രിപ്പയർഡ് ബൈ മെനി വേസ്, അല്ലെ, പലതരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ നമ്മുടെ ഓപ്ഷനിൽ കണ്ടതുപോലെ തന്നെ ചോക്ക് പൗഡർ പ്ലസ് വാട്ടർ, അല്ലെ, വെള്ളവുമായിട്ട് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ചോക്ക് മിക്സ്ഡ് വിത്ത് മിഥൈലേറ്റഡ് സ്പിരിറ്റുമായിട്ട് മിക്സ് ചെയ്യാം. വൈറ്റ് ലെഡ് പൗഡറും അതുപോലെ തന്നെ ടർപ്പന്റൈനും കൂടി നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. അപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിൽ ആ ഒരു വൈറ്റ് വാഷ് നമുക്ക് മാർക്കിംഗ് മീഡിയ പ്രിപ്പറേഷന് സാധിക്കും. ദെൻ ഇത് സാധാരണ എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. റഫ് ഫോർജിങ്സിലാണ് സാധാരണ വൈറ്റ് വാഷ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിരവധി മാർക്കിംഗ് മീഡിയകളുണ്ട്, അല്ലെ. അപ്പൊ
കോപ്പർ സൾഫേറ്റ് ഉണ്ട്, വൈറ്റ് വാഷ് ഉണ്ട്, അല്ലെങ്കിൽ പ്രഷ്യൻ ബ്ലൂ ഉണ്ട്. അപ്പൊ അങ്ങനെ നിരവധി മാർക്കിംഗ് മീഡിയ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അതിൽ വൈറ്റ് വാഷിന്റെ ഒരു പ്രത്യേകത റഫ് ഫോർജിങ്ങിൽ അതുപോലെ തന്നെ കാസ്റ്റിങ്ങിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് വൈറ്റ് വാഷ് ആയിരിക്കും. അതുപോലെ തന്നെ ഹൈ ആക്യുറസി ഉള്ളിടത്ത് റെക്കമെൻഡ് ചെയ്യാത്തത് ഏതാണ് എന്നുള്ള ചോദ്യം വന്നാലും എന്താണ് നമ്മുടെ ഉത്തരം വരിക? വൈറ്റ് വാഷ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം അല്ലെ. സോ അത്തരത്തിൽ വൈറ്റ് വാഷ് എന്ന് പറയുന്ന മാർക്കിംഗ് മീഡിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. വിച്ച് ടൈപ്പ് ഓഫ് വി ബ്ലോക്ക് സപ്പോർട്ട്സ് ലോങ് ഷാഫ്റ്റ് പാരലൽ ഓൺ മെഷീൻ ടേബിൾസ് ഓർ മാർക്കിംഗ് ഓഫ് ടേബിൾസ്? ഓക്കെ, നമുക്ക് വി ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു എന്താണ് മെഷീൻ എലമെന്റ് അല്ലെങ്കിൽ കമ്പോണന്റ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വർക്ക് ഹോൾഡിംഗ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഡിവൈസ് ആണ്. അപ്പൊ അത്തരത്തിൽ വി ബ്ലോക്ക് സപ്പോർട്ട് ചെയ്യുന്നു ലോങ് ഷാഫ്റ്റ് അല്ലെ, പാരലൽ ഓൺ മെഷീൻ ടേബിളിന് പാരലായിട്ട് നീളമുള്ള ലോങ് ഷാഫ്റ്റുകൾ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മാർക്കിംഗ് ഓഫ് ടേബിളിൽ സപ്പോർട്ട് ചെയ്യുന്നു. അത് ഏത് തരത്തിലുള്ള വി ബ്ലോക്ക് ആണ്? അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വി ബ്ലോക്ക് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് സിംഗിൾ ബെവൽ സിംഗിൾ ഗ്രൂവ് വി, ഓപ്ഷൻ ബി സിംഗിൾ ബെവൽ ഡബിൾ ഗ്രൂവ് വി, ഓപ്ഷൻ സി അൺമാച്ച്ഡ് പെയർ വി ഗ്രൂവ്, ഓപ്ഷൻ ഡി മാച്ച്ഡ് പെയർ വി ബ്ലോക്ക്. ഏതായിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക? മാച്ച്ഡ് പെയർ ആണ്. യെസ്, സംശയമൊന്നുമില്ല. യെസ്, റൈറ്റ് ആൻസർ ആണ് മാച്ച്ഡ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്നൊരു എക്സാമിന് ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ മാച്ച്ഡ് പെയർ വി ബ്ലോക്ക് ആണ് നമ്മുടെ ഉത്തരം വരുന്നുണ്ടാവുക. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നതാണ് മാച്ച്ഡ് പെയർ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടെണ്ണം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നുണ്ടാവും, ഒരേപോലെ ഒരേ ഗ്രേഡിൽ ഒരേ ആക്യുറസിയിലുള്ള രണ്ടെണ്ണം നമ്മൾ ഒരു സെറ്റ് ആയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ദീസ് ബ്ലോക്സ് ആർ അവൈലബിൾ ഇൻ പെയേഴ്സ് അല്ലെ, ഇത്തരത്തിൽ രണ്ടെണ്ണമായിട്ടായിരിക്കും പെയർ ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഹാവിംഗ് സെയിം സൈസ് ആൻഡ് സെയിം ഗ്രേഡ് ഓഫ് അക്യുറസി അല്ലെ, വളരെ സെയിം സൈസ് ആയിട്ടുള്ളതും സെയിം ഗ്രേഡും അല്ലെങ്കിൽ അക്യുറസി ഒക്കെ സിമിലർ ആയിട്ടുള്ളതുമായിട്ടുള്ള രണ്ട് എന്താണ് വി ബ്ലോക്കുകൾ നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യുന്നുണ്ടാകും. അത് നമ്മൾ ക്ലാമ്പ് ഒക്കെ വെച്ച് നമ്മൾ മെയിനായിട്ട് അത്തരത്തിലുള്ള ലോങ് ആയിട്ടുള്ള ഷാഫ്റ്റുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. സോ ദേ ആർ ഐഡന്റിഫൈഡ് ബൈ നമ്പർ ഓർ ലെറ്റർ ഗിവൺ ബൈ ദ മാനുഫാക്ചർ. ഇത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എന്താണ് ഇപ്പം ഇവിടെ X1 എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അത് നമ്മൾ രണ്ടും മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ നമ്പറോ അല്ലെങ്കിൽ ഒരേ ലെറ്ററോ നമ്മൾ കൊടുക്കുന്നുണ്ടാകും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ യൂസ്ഡ് ഫോർ സപ്പോർട്ടിംഗ് ലോങ് ഷാഫ്റ്റ്, ഇതാണ് നമ്മുടെ ചോദ്യമായിട്ട് വന്നത്. യൂസ്ഡ് ഫോർ സപ്പോർട്ടിംഗ് ലോങ് ഷാഫ്റ്റ് പാരലൽ ഓൺ മെഷീൻ ടേബിൾസ് ഓർ മാർക്കിംഗ് ഓഫ് ടേബിൾസ്. ഓക്കെ, അപ്പോൾ വി ബ്ലോക്കുമായി ബന്ധപ്പെട്ട ചോദ്യം വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് മറ്റൊരു ചോദ്യം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. സ്റ്റീൽ റൂൾ ആർ മെയ്ഡ് വിത്ത്. സ്റ്റീൽ റൂൾ ആർ മെയ്ഡ് വിത്ത് ഓപ്ഷൻ എ സ്പ്രിംഗ് സ്റ്റീൽ, ഓപ്ഷൻ ബി അലൂമിനിയം, ഓപ്ഷൻ സി കാസ്റ്റ് അയൺ, ഓപ്ഷൻ ഡി HSS ഹൈ സ്പീഡ് സ്റ്റീൽ. ഏതായിരിക്കും? ഓപ്ഷൻ റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ എ അല്ലെ, സ്പ്രിംഗ് സ്റ്റീൽ തന്നെയാണ്. സംശയമൊന്നും വേണ്ട. സ്റ്റീൽ റൂൾ ഇപ്പം ഉത്തരം തെറ്റായാലും പറഞ്ഞോളൂ, കുഴപ്പമില്ല. എങ്ങനെയായാലും നമ്മളത് ഇവിടെ നിന്ന് പറഞ്ഞ് അത് ശരിയാക്കി കൊണ്ടുപോകുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സ്പ്രിംഗ് സ്റ്റീൽ ഓപ്ഷൻ എ ആണ്, സ്പ്രിംഗ് സ്റ്റീൽ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ സ്റ്റീൽ റൂളുമായി ബന്ധപ്പെട്ട് വളരെ ബേസ് ആയിട്ട് നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്, അല്ലെങ്കിൽ ലീനിയർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് സ്റ്റീൽ റൂൾ എന്ന് പറയുന്നത്. സ്റ്റീൽ റൂൾ ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്പ്രിംഗ് സ്റ്റീൽ അല്ലെങ്കിൽ SS അല്ലെ, സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ച് നമ്മൾ നിർമ്മിക്കാറുണ്ട്. ഓക്കെ, സ്പ്രിംഗ് സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിക്കാറുണ്ട്. അതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെങ്തുകൾ 150 mm, 15 സെന്റിമീറ്റർ, 30 സെന്റിമീറ്റർ, 60 സെന്റിമീറ്റർ ആണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അവൈലബിൾ ലെങ്ത് എന്ന് പറയുന്നത്. റീഡിങ് ഇതൊക്കെ ഓരോ ചോദ്യമായിട്ട് വരാറുള്ളതാണ് കേട്ടോ. അപ്പൊ അടുത്ത റീഡിംഗ് ആക്യുറസി അതിന്റെ ഒരു, അപ്പൊ നമുക്കറിയാം ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.5 mm അല്ലെങ്കിൽ 1/64 ഇഞ്ച് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതിയാകും. സോ റീഡിംഗ് ആക്യുറസി ഓഫ് സ്റ്റീൽ റൂൾ എന്ന് പറയുന്നത് 0.5 mm അല്ലെങ്കിൽ 1/64 ഇഞ്ച്. സോ ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട എററാണ് പാരലാക്സ് എറർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് നോക്കുന്നത് കൃത്യമായിട്ട് പെർപെൻഡിക്കുലർ, നമ്മൾ കണ്ണിന് നേരെ വെച്ച് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അല്പം ചരിഞ്ഞായിട്ടൊക്കെ ഇരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന റീഡിങ് വളരെ എന്താണ് എറർ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ വി ഷുഡ് റീഡ് വെർട്ടിക്കലി. നമുക്ക് എന്താണ് അത് വെർട്ടിക്കലായിട്ട് തന്നെ റീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ടു അവോയ്ഡ് എറർ അറൈസിങ് ഔട്ട് ഓഫ് പാരലാക്സ്. ഇപ്പത്തിലെ പാരലാക്സ് എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലായ്പ്പോഴും അത് നമ്മളുടെ വെർട്ടിക്കലായിട്ട് തന്നെ നമ്മൾ റീഡ് ചെയ്യണം എന്നുള്ളത് ഓർത്തിരിക്കാം. സോ സ്റ്റീൽ റൂളുമായി ബന്ധപ്പെട്ട് ഈ 4 പോയിന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ മെറ്റീരിയൽ സ്പ്രിംഗ് സ്റ്റീൽ ആണെന്നുള്ളത് നമ്മൾ കണ്ടു. സോ മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ചോദ്യം ഇതാണ്, ദ ഗ്രേഡ് ബി വി ബ്ലോക്സ് യൂസ്ഡ് ഫോർ ജനറൽ മെഷീൻ ഷോപ്പ് വർക്ക് അല്ലെ, ഗ്രേഡ് ബി ബ്ലോക്കുകൾ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ജനറൽ മെഷീൻ ഷോപ്പ് വർക്കുകൾക്കാണ്. ആർ അവൈലബിൾ അപ് ടു ഡാഷ് ലെങ്ത്. ഇവിടെ ചോദ്യം എന്താണ്? അതിന്റെ ലെങ്ത് എത്ര വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഗ്രേഡ് ബി ബ്ലോക്കിന്റെ ലെങ്ത് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ലെങ്ത് എത്രയാന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞോളൂ. ഓപ്ഷൻ സി.
ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ ഉത്തരമായിട്ട് വരുന്നതായിരിക്കും നമുക്ക് ഗ്രേഡ് എ ഉണ്ട്, ഗ്രേഡ് ബി ഉണ്ട്. സോ ഗ്രേഡ് ബി ആണ് ജനറൽ മെഷീൻ പർപ്പസുകൾക്ക് അല്ലെങ്കിൽ ജനറൽ മെഷീൻ ഷോപ്പുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാവുക. അതിന്റെ ലെങ്ത് എന്ന് പറയുന്ന ഉത്തരം, ശരി ഉത്തരം എന്താണ്? 300 mm ആണ്. അപ്പൊ 300 mm ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ 100 mm അവൈലബിൾ ആണ്. സോ 100 mm അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? അത് ഗ്രേഡ് എ ആണ്. സോ ഗ്രേഡ് എ ബി ബ്ലോക്കുകളാണ് നമുക്ക് 100 mm ലെങ്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ളതാണ് ഇത്തരത്തിൽ ഗ്രേഡ് എ എന്ന് പറയുന്നത്. അത് എന്ത് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചു എന്നുള്ള ചോദിക്കാറുണ്ട്. അത് ഹൈ ക്വാളിറ്റി സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഗ്രേഡ് എ വി ബ്ലോക്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഹൈ ക്വാളിറ്റി സ്റ്റീൽ ഹാവിംഗ് എ ലെങ്ത് അപ് ടു 100 mm ലെങ്ത്. അല്ല, ഇത്തരത്തിൽ 100 mm ലെങ്തിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വളരെ അക്യുറേറ്റ് കൂടിയ ഗ്രേഡ് എ ബി ബ്ലോക്കുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഗ്രേഡ് ബി ബി ബ്ലോക്കുകളിലേക്ക് വരുമ്പോൾ ജനറൽ മെഷീൻ ഷോപ്പുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അപ് ടു 300 mm ലെങ്ത് അവൈലബിൾ ആണ്. അത് നിർമ്മിച്ചിരിക്കുന്ന സ്റ്റീൽ കൊണ്ടാണോ? അല്ല, കാസ്റ്റ് അയൺ കൊണ്ടാണ്. നമ്മൾ സാധാരണ കാണുന്നത് ഇത്തരത്തിലുള്ള ഗ്രേഡ് ബി ബി ബ്ലോക്കുകളാണ്. തൊട്ട് മുകളിലുള്ള ഗ്രേഡ് എ എന്ന് പറഞ്ഞ ടൂൾ റൂമുകളിലും വളരെ പ്രിസൈസ് ആയിട്ടുള്ള ആക്യുറസി ഒക്കെ വളരെ കൂടുതലായിട്ട് വേണ്ടുന്ന ടൂൾ റൂമുകളിലൊക്കെയാണ് സാധാരണ ഗ്രേഡ് എ ബി ബ്ലോക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ഗ്രേഡ് ബി ആണ് നമ്മൾ സാധാരണഗതിയിൽ ജനറൽ മെഷീൻ ഷോപ്പുകളിൽ കാണുന്നുണ്ടാവുക. 300 mm വരെ ആയിരിക്കും അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. നിർമ്മിച്ചിരിക്കുന്നത് കാസ്റ്റ് അയൺ കൊണ്ടാണെന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് വി ഇൻ വി ബ്ലോക്ക്. വി ബ്ലോക്കിന്റെ അകത്ത് നമ്മൾ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. വി ബ്ലോക്കിനകത്ത് 90 ഡിഗ്രി ആണ്. അതിപ്പോ ഏതായാലും 90 ഡിഗ്രി ആണെന്നുള്ള ഓർത്തിരിക്കാം. സോ ഓൾ കേസസ് ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. സോ ഇൻക്ലൂഡഡ് ആംഗിൾ 90 ഡിഗ്രി ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ വി ബ്ലോക്സ് ആർ യൂസ്ഡ് ടു എന്തിനു വേണ്ടിയിട്ടാ? സപ്പോർട്ട് ആൻഡ് ക്ലാമ്പ് റൗണ്ട് വർക്ക് പീസ്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള റൗണ്ട് വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വി ബ്ലോക്കുകൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സംശയമൊന്നും വേണ്ട. ഓക്കെ, സോ വി ബ്ലോക്സ് ആർ ഡിവൈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് ആൻഡ് സെറ്റിംഗ് അപ്പ് വർക്ക് ഓൺ മെഷീൻ. ഇത്തരത്തിൽ മെഷീൻസിൽ മാർക്കിങ്ങിന് വേണ്ടിയിട്ടും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് വി ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ 90 ഡിഗ്രി ആണ്. ഇൻ ഓൾ കേസസ്, എല്ലാ കേസിലും 90 ഡിഗ്രി ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, സോ ഇത്തരത്തിൽ അതിന്റെ യൂസ് എന്താണെന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്ര എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഹൗ മെനി ഗ്രേഡ്സ് ദ ആംഗിൾ പ്ലേറ്റ്സ് ആർ ജനറലി അവൈലബിൾ? അടുത്തൊരു ടോപ്പിക്കിലേക്ക് വന്നു, ആംഗിൾ പ്ലേറ്റുകൾ. സോ ഹൗ മെനി ഗ്രേഡ്, എത്ര ഗ്രേഡുകൾ ഉണ്ട് ആംഗിൾ പ്ലേറ്റിൽ സാധാരണഗതിയിൽ? ഓപ്ഷൻ എ ഗ്രേഡ് 1 only, ഓപ്ഷൻ ബി ഗ്രേഡ് 1 and 2 only, ഓപ്ഷൻ സി ഗ്രേഡ് 1, 2 and 3, ഓപ്ഷൻ ഡി അപ് ടു ഗ്രേഡ് 5. ഏതായിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക? ആംഗിൾ പ്ലേറ്റുകൾ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി, ഓപ്ഷൻ സി. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. യെസ്, റൈറ്റ് ആൻസർ ആണ്. ഗ്രേഡ് 1 and ഗ്രേഡ് 2 only. അപ്പോൾ ആംഗിൾ പ്ലേറ്റുകളിൽ ഗ്രേഡ് 1ഉം ഗ്രേഡ് 2 ആണ്. സോ തൊട്ട് മുന്നേ കണ്ട വി ബ്ലോക്കിൽ ഗ്രേഡ് എ ഗ്രേഡ് ബി എന്നാണ് നമ്മൾ കണ്ടത് അല്ലെ. സോ ഗ്രേഡ് 1 and ഗ്രേഡ് 2 ആണ് നമ്മൾ സാധാരണഗതി 2 ഗ്രേഡുകൾ ആംഗിൾ പ്ലേറ്റുകൾ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഗ്രേഡ് 1 എന്ന് പറയുന്നത് നമുക്കറിയാം കുറച്ചൊരു ആക്യുറസി കൂടുതലായിരിക്കും, യൂസ്ഡ് ഇൻ അക്യുറേറ്റ് ടൂൾ റൂം ടൈപ്പ് വർക്ക് അല്ലെ. ടൂൾ റൂം ടൈപ്പ് വർക്കുകളാണ് ഈ ചിത്രത്തിൽ കാണുന്ന പോലുള്ള ആംഗിൾ പ്ലേറ്റുകൾ നമ്മൾ ഇവിടെ ഗ്രേഡ് 1 ടൈപ്പ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഗ്രേഡ് 2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധാരണ ജനറൽ മെഷീൻ ഷോപ്പ് വർക്കുകളാണ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല അതുപോലെ തന്നെ പ്രിസിഷൻ ആംഗിൾ പ്ലേറ്റുകൾ ചിലപ്പോൾ നമ്മൾ ഇൻസ്പെക്ഷൻ വർക്കുകൾക്കൊക്കെ നമ്മൾ സാധാരണ അവൈലബിൾ ആണ് എന്നുള്ള ഓർത്തിരിക്കുക. എന്നാലും പ്രധാനമായും ഗ്രേഡ് 1ഉം ഗ്രേഡ് 2 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതോടുകൂടി ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. എഞ്ചിനീയേഴ്സ് പാരലൽ ആർ കവേർഡ് ഇൻ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നമ്പർ ഡാഷ്. IS കോഡാണ് ചോദിച്ചിട്ടുള്ളത്. IS കോഡ് അല്ലെങ്കിൽ IS നമ്പർ എന്താണ്? എവിടെയാണ് ഈ പാരലൽ ബ്ലോക്ക് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് പാരലൽ എന്ന് അറിയപ്പെടുന്നുണ്ട്? അതിന്റെ IS കോഡ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ളൊരു ചോദ്യങ്ങളൊക്കെ വളരെ ക്രൂഷ്യലായിട്ട് നമുക്ക് എക്സാമിന് വരാറുണ്ട്. കാര്യം നമുക്കത് ഡൗട്ട് കൂടാനുള്ള സാധ്യത വളരെ കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം എടുത്ത് നോട്ട് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. IS 2285 2003, ഓപ്ഷൻ ബി IS 4241 1990, IS 814 1991, അതുപോലെ തന്നെ IS 1806 1986. ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഓപ്ഷൻ ബി IS 4241 ആണ് അല്ലെ. 4241 4241 ആണ് പാരലൽ അല്ലെ. ഇത്തരത്തില് എഞ്ചിനീയേഴ്സ് പാരലൽ അല്ലെങ്കിൽ പാരലൽ ബ്ലോക്കിന്റെ IS കോഡ് എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഇത് ഡെസിഗ്നേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ കോഡ് കൂടി അതിന്റെ കൂടെ ഉൾപ്പെടുത്താറുണ്ട്. സോ ഇവിടെ നോക്കി ആ ഒരു ഡെസിഗ്നേഷൻ ഓഫ് പാരലൽസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഈ ചിത്രത്തിൽ കാണുന്ന നമ്മുടെ പാരലൽ ബ്ലോക്കുകൾ നമ്മൾ സാധാരണ നമ്മൾ സെറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാരലൽ ബ്ലോക്കുകൾ അതിന്റെ സർഫസ് ഫിനിഷ് മെയിൻറ്റെയിൻ ചെയ്തേക്ക് നോക്കാം. അതോടെ നോക്കിയിരിക്കാൻ N4 റെപ്രസെന്റ്
റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. ആ ഒരു സർഫസ് ഫിനിഷ് N4 റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ പാരലൽ ബ്ലോക്കിന്റെ സർഫസ് ഫിനിഷ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ N7, N5, N4, N8 എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ അതിനകത്ത് N4 ആണെന്നുള്ളത് ഓർത്തിരിക്കാൻ സംശയമൊന്നും വേണ്ട. അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നുണ്ടാവുക, അതിന്റെ ടൈപ്പ്, ഗ്രേഡ്, സൈസ്, അതുപോലെ തന്നെ നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് അല്ലെ. ഫോർ എക്സാമ്പിൾ നോക്കേ, അപ്പോൾ ടൈപ്പ് എ ആണ്, അവിടെ 5 എന്ന് പറയുന്നത് അതിന്റെ ടി ആണ്, അതിന്റെ തിക്നെസ്, ദെൻ 10 എന്ന് പറഞ്ഞ അതിന്റെ വിഡ്ത്ത് ആണ്, സോ ലെങ്ത് എന്ന് പറയുന്നത് 100 ആണ്. സോ IS 4241. സോ IS 4241 എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണെന്നുള്ള ഓർത്തിരിക്കാം. എന്താണ് ഇത്തരത്തിൽ പാരലൽ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് പാരലൽ അല്ലെങ്കിൽ പാരലൽ ബ്ലോക്കുകൾ കാണാന്നുള്ളത് ഓർത്തിരിക്കാം. സോ ആ ഒരു ചോദ്യം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ തൊട്ടു മുന്നേ ഓപ്ഷനിൽ കണ്ട മറ്റ് ആൾക്കാർ ഏതൊക്കെയാണെന്ന് ചോദിച്ചു നോക്കിയാൽ അത് മനസ്സിലാക്കിയാണെങ്കിൽ സർഫസ് പ്ലേറ്റ് ആണ് IS 2285. അപ്പൊ സർഫസ് പ്ലേറ്റിന്റെ ഡെസിഗ്നേഷൻ നിങ്ങൾ എടുത്തു നോക്കുക, അതിനകത്ത് IS 2285 കാണാൻ സാധിക്കും. സോ പാരലൽ ബ്ലോക്ക് ഓൾറെഡി നമ്മൾ കണ്ടു 4241. ദെൻ നമ്മളുടെ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് മൈൽഡ് സ്റ്റീൽ ഇലക്ട്രോഡുകൾ ഇത്തരത്തിൽ 814 IS 814 മൈൽഡ് സ്റ്റീൽ ഇലക്ട്രോഡുകൾ അല്ലെങ്കിൽ ഹൈഡ്രജൻ കൺട്രോൾഡ് ഇലക്ട്രോഡുകൾ 1806 കാണാറുണ്ട്. അതുപോലെ തന്നെ ആംഗിൾ പ്ലേറ്റ് നമ്മൾ തൊട്ട് മുന്നേ കണ്ട ആംഗിൾ പ്ലേറ്റിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് 6232 ആണെന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ പ്രധാനമായിട്ടും നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറഞ്ഞിരിക്കുന്ന IS കോഡെങ്കിലും നമ്മൾ അത്യാവശ്യം ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ ടൂൾസുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ IS 2285 സർഫസ് പ്ലേറ്റ്, 4241 പാരലൽ ബ്ലോക്ക് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ബ്ലോക്ക്, 814 മൈൽഡ് സ്റ്റീൽ ഇലക്ട്രോഡ്, 1806 ഹൈഡ്രജൻ കൺട്രോൾ ഇലക്ട്രോഡ് ആൻഡ് 6232 എന്ന് പറയുന്നത് ആംഗിൾ പ്ലേറ്റ് അല്ലെ. ആംഗിൾ പ്ലേറ്റിന്റെ ഒരു സ്റ്റാൻഡേർഡ് IS സ്റ്റാൻഡേർഡ് ആണെന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. 1 yard ഈസ് ഈക്വൽ ടു ഡാഷ് ഫീറ്റ്. ഒരു യാർഡ് എന്ന് പറയുന്നത് എത്ര അടിയാണ്, എത്ര ഫീറ്റ് ആണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി യെസ് റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ സി ആണ് 3 അടിയാണ് അല്ലെ. 3 അടിയാണ് ഒരു യാർഡ് എന്ന് പറയുന്നത് അല്ലെ. 3 അടിയാണ് ഒരു യാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 12 ഇഞ്ചാണ് അല്ലെ. 1 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്കറിയാം 1 ഇഞ്ച് 2.54 സെന്റിമീറ്റർ ആണെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ഒരു 12 ഇഞ്ചാണ് 12 ഇഞ്ച് ചേരുന്നതാണ് ഒരടി എന്ന് പറയുന്നത്. അങ്ങനെ 3 അടി ചേരുന്നതാണ് ഒരു യാർഡ് എന്ന് പറയുന്നത് അല്ലെ. 12 ഇഞ്ചാണ് ഒരടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 3 അടി ചേരുന്നതാണ് അല്ലെങ്കിൽ 3 ഫീറ്റ് ആണ് 1 യാർഡ് എന്ന് പറയുന്നത്. അങ്ങനെ 220 യാർഡാണ് ഒരു ഫർലോങ് എന്ന് പറയുന്നത് അല്ലെ. പണ്ട് കാലങ്ങളിൽ നമ്മൾ ദൂരത്തിന് നമ്മൾ ഫർലോങ് എന്ന് പറയാറുണ്ട് അല്ലെ. സോ അങ്ങനെ 220 യാർഡാണ് ഒരു ഫർലോങ് എന്ന് പറയുന്നത്. അങ്ങനെ 8 ഫർലോങ് ആണ് ഒരു മൈൽ എന്ന് പറയുന്നത്. 8 ഫർലോങ് ആണ് ഒരു മൈൽ എന്ന് പറയുന്നത്. സോ അത്തരത്തില് ഓർത്തിരുന്നാൽ മതി സ്റ്റാൻഡേർഡ് ലീനിയർ മെഷർമെന്റിന്റെ യൂണിറ്റ്സുകൾ. സോ അതൊന്ന് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ഷോർട്ട് സ്റ്റീൽ റൂൾ കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് ഡാഷ് സ്മോൾ റൂൾ ടുഗദർ വിത്ത് എ ഹോൾഡർ. അപ്പോൾ സ്റ്റീൽ റൂളുമായി ബന്ധപ്പെട്ട് ഷോർട്ട് യെസ് റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ സി 5 ആണ്. അപ്പൊ ഷോർട്ട് സ്റ്റീൽ റൂൾ കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് ഡാഷ് സ്മോൾ റൂൾ ടുഗദർ വിത്ത് എ ഹോൾഡർ. ഒരു ഹോൾഡറോട് കൂടി നമുക്ക് ചെറിയ 5 എണ്ണം നമുക്ക് കാണാൻ സാധിക്കും ഷോർട്ട് സ്റ്റീൽ റൂളിനകത്ത്. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ ഷോർട്ട് സ്റ്റീൽ റൂൾ എന്ന് പറയുന്നത്. അപ്പം ഇത്ര ഇതിപ്പോ 1 2 3 4 5 അപ്പൊ 5 സെറ്റുകളാണ് അതിനകത്തുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ദിസ് സെറ്റ് ഓഫ് 5 സ്മോൾ റൂൾസ് ടുഗദർ വിത്ത് എ ഹോൾഡർ. ഇത്തരത്തിൽ ഒരു ഹോൾഡറോട് കൂടി, ഇതാണ് നമ്മുടെ ഹോൾഡറോട് കൂടിയിട്ടുള്ള 5 സെറ്റുകൾ ചെറിയ റൂളുകൾ ഉണ്ടാകും. സോ അതാണ് ഷോർട്ട് സ്റ്റീൽ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂവുകൾ, അതുപോലെ തന്നെ ചെറിയ ഷോൾഡേഴ്സ്, റിസസ്, കീവേ, അവിടെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്ട് സ്റ്റീൽ റൂൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പ്രധാനപ്പെട്ട ആ ഒരു ലെങ്ത് എത്രയെന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ 1/4 അല്ലെ, 1/4 ഇഞ്ച്, അതുപോലെ തന്നെ 3/8 ഇഞ്ച്, 1/2 ഇഞ്ച്, 1/2 ഇഞ്ച്, 3/4 ഇഞ്ച്, അതുപോലെ തന്നെ 1 ഇഞ്ച്. അപ്പൊ അങ്ങനെ ഇഞ്ചസിലാണ് നമ്മുടെ ആ ഒരു ലെങ്തുകൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള 5 തരത്തിലുള്ള റൂളുകളാണ് ആ ഒരു ഷോർട്ട് സ്റ്റീൽ റൂൾ. 5 തരത്തിലുള്ള ചെറിയ റൂളുകളാണ് ആ ഒരു ഷോർട്ട് സ്റ്റീൽ റൂളുകൾ ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ ഫൈൻ. സോ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് കോമ്പിനേഷൻ സെറ്റ്? കോമ്പിനേഷൻ സെറ്റ് എന്ന് പറയുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഉണ്ട് നമുക്കറിയാം. സോ അതിൽ ഇതിനകത്ത് എന്താണ് ഉൾപ്പെടാത്തത്, കറക്റ്റ് അല്ലാത്തത്, ശരിയല്ലാത്തത് ഏതെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് എന്താ? കോമ്പിനേഷൻ സെറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ലേ ഔട്ട് വർക്ക്. ശരിയാണോ? കോമ്പിനേഷൻ സെറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ലേ ഔട്ട് വർക്ക്. ശരിയാണോ? ലേ ഔട്ട് വർക്കിന് യൂസ് ചെയ്യാൻ പറ്റുമോ? ശരിയാണ്, സംശയമൊന്നും ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇന്റർചേഞ്ചബിൾ ഹെഡ് ആർ പ്രസന്റ് ഇൻ കോമ്പിനേഷൻ. കോമ്പിനേഷൻ സെന്ററിൽ 3 ഹെഡുകളാണ് പ്രധാനമായിട്ടുള്ളത് അല്ലെ. ഇത്തരത്തിൽ സെന്റർ ഹെഡ് ഉണ്ടാകും, സ്ക്വയർ ഹെഡ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ അങ്ങനെ 3 ഹെഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഈ 3 ഹെഡ് നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ? ഓപ്ഷൻ ഡി. യെസ്,
റൈറ്റ് ആൻസർ ഇൻജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി നോക്കിയേ, ക്യാൻ ബി യൂസ്ഡ് ഇൻ മെറ്റൽ വർക്കിംഗ്. മെറ്റൽ വർക്കിംഗിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇവിടെ മറ്റേ നാലാമത്തെ ഓപ്ഷൻ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും തെറ്റാവാൻ സാധ്യതയുണ്ട് അല്ലെ? സ്ക്വയറിംഗ് ഹെഡ്. അപ്പം സ്ക്വയറിംഗ് ഹെഡ് പെർമനന്റ്ലി ഫിക്സ്ഡ് ഓൺ സ്കെയിൽ എന്നാണ് പറയുന്നത്. അപ്പൊ പെർമനന്റ്ലി ഫിക്സ്ഡ് ആണോ? അല്ല, പെർമനന്റ്ലി ഫിക്സ്ഡ് അല്ല എന്നുള്ളതാണ് നമുക്ക് ശരിയായിട്ട് ഉത്തരം വരിക. സോ ഇവിടെ എന്താണ്? ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. കറക്റ്റ് അല്ലാത്തത് എന്താണ്? സ്ക്വയറിംഗ് ഹെഡ് പെർമനന്റ്ലി ഫിക്സ്ഡ് ആണെന്നാണ് ഇവർ പറയുന്നത്. അത് കറക്റ്റ് അല്ല. സോ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ കോമ്പിനേഷൻ സെറ്റ് എന്ന് പറയുന്ന നമ്മളുടെ ആ ഒരു ഇൻസ്ട്രുമെന്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. സോ കോമ്പിനേഷൻ സെറ്റ് ഹാസ് എ സ്കെയിൽ ഓൺ വിച്ച് ഹെഡ് ആർ അറ്റാച്ച്ഡ്. ഇത്തരത്തിലൊരു കോമൺ റൂൾ ഉണ്ടാവും. സോ ആ റൂളിനകത്താണ് ഈ പറയുന്ന ഹെഡുകൾ അല്ലെ, ഈ പറയുന്ന 3 ഹെഡുകൾ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സോ ദീസ് ഹെഡ് ആർ ഇന്റർചേഞ്ചബിൾ ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാൻ സാധിക്കും. വിച്ച് ക്യാൻ ബി സ്ലൈഡ് അല്ലെ, ഇതിനകത്ത് സ്ലൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താണ്? നോട്ട് പെർമനന്റ്ലി ഫിക്സ്ഡ്. അവിടെ ഒന്നും തന്നെ പെർമനന്റ്ലി ഫിക്സ്ഡ് അല്ല. ദേ ക്യാൻ ബി യൂസ്ഡ് ഫോർ മെറ്റൽ വർക്കിംഗ് ഓൾസോ. മെറ്റൽ വർക്കുകളിലൊക്കെ നമ്മൾ സാധാരണഗതിയിൽ കോമ്പിനേഷൻ സെറ്റ് മെഷീനുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. സോ ഇത്രയും നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് മൊഡ്യൂൾ 2 ബന്ധപ്പെട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാമേഴ്സ്, അതുപോലെ തന്നെ ക്ലാമ്പുകൾ, ട്രൈ സ്ക്വയർ, കാലിപ്പേഴ്സ്, മെഷറിംഗ് ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ദെൻ സ്റ്റാൻഡേർഡ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. സോ മറ്റു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഹാമർ ഈസ് യൂസ്ഡ് ഫോർ ഡ്രൈവിംഗ് എ ചിസൽ ഇൻ പാർട്ടിംഗ് മെറ്റൽ? ഇത്തരത്തില് ചിസൽസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മെറ്റൽസ് നമ്മൾ പാർട്ടിങ്, അതായത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമ്മൾ മെറ്റല് എന്താണ് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചിസൽസ് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? അപ്പൊ ഏത് ഹാമർ ആണ് യൂസ് ചെയ്യുന്നത്? പല തരത്തിലുള്ള ഹാമേഴ്സ്. ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി സ്ലഡ്ജ് ഹാമർ. ശ്രദ്ധിക്കുക, ബോൾ. യെസ്, ഇവിടെ ഉത്തരമായിട്ട് സ്ലഡ്ജ് ഹാമർ അല്ല. സ്ലഡ്ജ് ഹാമർ ഒക്കെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫോർജിങ്ങിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർജിങ്ങിലൊക്കെ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ചിസൽ പാർട്ടിങ്, ചിസൽസിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഇവിടെ പാർട്ടിങ്ങിനൊക്കെ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ബോൾ പീൻ ഹാമർ ആണെന്നുള്ളത്. അല്ലെങ്കിൽ ബോൾ പീൻ ഹാമറിന്റെ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ബോൾ പീൻ ഹാമർ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക ഇത്തരത്തില് മെറ്റൽ അല്ലെ, മെറ്റൽ പാർട്ടിങ് മെറ്റൽ നമ്മൾ എന്താണ് ഇതുപോലെ റിമൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ രണ്ടാക്കാൻ വേണ്ടിയിട്ട് പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ബോൾ പീൻ ഹാമർ തന്നെയാണ് ചിസലുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ബോൾ പീൻ ഹാമർ ആർ യൂസ്ഡ് ഫോർ ജനറൽ വർക്ക് ഇൻ എ മെഷീൻ ഓർ ഫിറ്റിംഗ് ഷോപ്പ്. അപ്പോൾ ഒന്നാമത്തെ പോർഷൻ ഓർത്തിരിക്കേണ്ടത് എന്താണ്? ജനറൽ വർക്കിംഗ് പർപ്പസ്, ജനറൽ വർക്കുകൾക്കും അതുപോലെ തന്നെ ഫിറ്റിംഗ് ഷോപ്പിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഹാമർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോൾ പീൻ ഹാമർ തന്നെയാണ്. അപ്പൊ ഇവിടെ നോക്കി ഇത്തരത്തിൽ അതിന്റെ ഹെഡ് വന്നിട്ട് ആ മോൾ ഭാഗം ബോൾ ഷേപ്പിൽ ഉണ്ടാവും അല്ലെ, ബോൾ പീൻ. ഇതാണ് നമ്മുടെ പീൻ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ചീക്ക് എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫേസ് എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ 3 പോർഷൻസ് ഉണ്ടാവും. ഈ ബോൾ ഷേപ്പിലാണ് പീൻ ഇരിക്കുന്നതെങ്കിൽ ബോൾ പീൻ എന്ന് പറയുന്നു. സ്ട്രേറ്റ് പീന്, ക്രോസ് പീൻ ടൈപ്പ് ഹാമേഴ്സ് നമുക്കറിയാം. ഓക്കെ, ബോൾ പീൻ ഈസ് യൂസ്ഡ് ഫോർ റിവറ്റിംഗ്. അപ്പൊ ഈ റിവറ്റിംഗ് പ്രധാനമായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ള ഇത്തരത്തിലുള്ളതാണ്. റിവറ്റിംഗ് പർപ്പസുകൾക്ക് യൂസ് ചെയ്യുന്ന റിവറ്റിംഗ് പർപ്പസുകൾക്ക്, റിവറ്റിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ മാനുഫാക്ചറിംഗ് പ്രോസസ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ബോൾ പീൻ ഹാമർ ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ഡ്രൈവിംഗ് എ ചിസൽ ഇൻ പാർട്ടിംഗ് അല്ലെ, ഇത്തരത്തിൽ മെറ്റൽ പാർട്ടിംഗ് നമ്മൾ സാധാരണ ബോൾ പീൻ ഹാമർ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ടൂൾ മേക്കേഴ്സ് വൈസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ്. ടൂൾ മേക്കേഴ്സ് വൈസ്, യെസ്. അപ്പൊ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീല്, ഓപ്ഷൻ ബി മീഡിയം കാർബൺ സ്റ്റീല്, ഹൈ കാർബൺ സ്റ്റീൽ, ഓപ്ഷൻ ഡി ലോ കാർബൺ സ്റ്റീല്. അപ്പൊ ഇവിടെ ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി അല്ലെ, അതായത് മീഡിയം കാർബൺ സ്റ്റീൽ, ലോ കാർബൺ സ്റ്റീൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം MS അല്ലെ, ഇത്തരത്തില് മൈൽഡ് സ്റ്റീൽ അല്ലെ. ലോ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ ആണ്. യെസ്, മൈൽഡ് സ്റ്റീൽ ആണ്. മൈൽഡ് സ്റ്റീൽ ആണ് നമ്മുടെ ടൂൾ മേക്കേഴ്സ് വൈസ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. Okay, so tool makers vise is used for holding small work that require filing or drilling and for marking of small job on the surface. ഇത്തരത്തില് സർഫസ് പ്ലേറ്റിന് മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ടേബിളിന് മുകളിൽ നമ്മൾ ആ ഒരു വർക്ക് നമ്മുടെ വർക്ക് ആ വർക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാരലൽ ബ്ലോക്ക് എന്ന് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ പാരലൽ ബ്ലോക്ക്. അത് കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്തരത്തില് എന്താണ് വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൈപ്പ് വൈസ് ആണ് ഇത്തരത്തിൽ ടൂൾ മേക്കേഴ്സ് വൈസ് എന്ന് പറയുന്നത്. സോ അതിന് മുകളിൽ ഡ്രിൽ ചെയ്യാനുള്ള ഓപ്പറേഷൻ, പ്ലേറ്റിനകത്ത് ഡ്രിൽ ചെയ്യാനുള്ള ഒരു ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ വൈസ് ഈസ് മെയ്ഡ് വിത്ത് മൈൽഡ് സ്റ്റീൽ. മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് അല്ലെങ്കിൽ ലോ കാർബൺ സ്റ്റീൽ കൊണ്ടാണ് നമ്മളുടെ വൈസ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള ഓർത്തിരിക്കാം.
ആക്യുറേറ്റ്ലി മെഷീൻ, വളരെ ആക്യുറേറ്റ് ആയിട്ട് മെഷീൻ ചെയ്തിട്ടുള്ള ഒരു ഡിവൈസ് ആണ്, അല്ലെങ്കിൽ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ടൂൾ മേക്കേഴ്സ് വൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വൈസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ സൈസ് ഓഫ് വൈസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സൈസ് ഓഫ് വൈസ് ഈ സ്പെസിഫൈഡ് ബൈ ഡാഷ്. Width of jaw. Yes, ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി വിഡ്ത് ഓഫ് ജോയ് ആണ്. അപ്പൊ ജോയുടെ വിഡ്ത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു വൈസ് സ്പെസിഫൈ ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഒരു ജോയുടെ വിഡ്ത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വൈസ് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പം ബെഞ്ച് വൈസ്, ഓക്കെ, വളരെ നമ്മൾ നോർമലായിട്ട് കാണുന്നതാണ് ബെഞ്ച് വൈസ് എന്ന് പറയുന്നത്. സോ വൈസ് യൂസ്ഡ് ഫോർ ബെഞ്ച് വർക്ക്, ബെഞ്ച് വർക്കിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബെഞ്ച് വൈസ് എന്ന് പറയുന്നത്. ഇതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് എഞ്ചിനീയേഴ്സ് വൈസ് എന്ന് പറയുന്നത്, അല്ലെ, എഞ്ചിനീയേഴ്സ് വൈസ് എന്നാണ് അറിയപ്പെടുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ എന്താണ്, ഒരു രണ്ട് പാരലൽ ജോ ഉണ്ടാവും, അല്ലെ, അത് മൂവ് ചെയ്യുന്നുണ്ടാവും. സോ ജോ ഓഫ് ബെഞ്ച് വൈസ് വർക്ക് പാരലൽ, ഈ പറഞ്ഞ രീതിയിൽ പാരലായിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് പാരലൽ ജോ വൈസ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ടാവും. അപ്പൊ ബെഞ്ച് വൈസ് തന്നെയാണ് എഞ്ചിനീയേഴ്സ് വൈസ്, അതുപോലെ തന്നെ പാരലൽ ജോ വൈസ് എന്നറിയപ്പെടുന്നു. ബെഞ്ച് വൈസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ ഓർ കാസ്റ്റ് സ്റ്റീൽ, അല്ലെ, കാസ്റ്റ് അയണോ അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ കൊണ്ടോ നിർമ്മിച്ചിട്ടുണ്ടാകും. അപ്പൊ കാസ്റ്റ് അയൺ അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ഫയലിംഗ്, ഇത്തരത്തിൽ വർക്ക് ഹോൾഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ ഓപ്പറേഷൻ ഫയലിംഗ് ചെയ്യുന്ന സമയത്ത്? സോയിങ് അല്ലെങ്കിൽ ത്രെഡിങ്, ഓക്കെ, അല്ലെങ്കിൽ അതർ ഹാൻഡ് ഓപ്പറേഷൻ. അപ്പൊ ഇന്റേണൽ ത്രെഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് റീമിങ് അല്ലെങ്കിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആ ഒരു പ്ലേറ്റ്, ആ ഒരു എന്താണ് നമ്മുടെ വൈസിൽ നമ്മൾ ഹോൾഡ് ചെയ്യാം. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ വൈസ് ഈസ് സ്റ്റേറ്റഡ് ബൈ എന്താണ്, വിഡ്ത് ഓഫ് ദ ജോ. ഇത്തരത്തിൽ ആ ജോയുടെ വിഡ്ത്തിലാണ് നമ്മൾ അത് ഒരു വൈസിന്റെ ആ ഒരു സൈസ് സ്പെസിഫൈ ചെയ്യുന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. ദ കോണ്ടാക്ട് ദാറ്റ് occurs between the work and the job plate in a leg wise. ലെഗ് വൈസ് ഒരു ടൈപ്പ് വൈസ് ആണ് നമ്മൾ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി അല്ലെ. അപ്പൊ കോണ്ടാക്ട്, സർഫസ് ഏരിയ കോണ്ടാക്ട്, ലൈൻ കോണ്ടാക്ട്, റോളിംഗ് കോണ്ടാക്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഓപ്ഷൻ സി ലൈൻ കോണ്ടാക്ട് ആയിരിക്കും വരുന്നുണ്ടാവും. ഓപ്ഷൻ സി ലൈൻ കോണ്ടാക്ട് ആണ്. അപ്പൊ ലെഗ് വൈസിലൊക്കെ നമുക്ക് സാധാരണഗതിയിൽ എന്ത് കോണ്ടാക്ട് ആണ്? അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന നമ്മുടെ ലെഗ് വൈസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്ക് ഫോർജിങ്ങിൽ അല്ലെങ്കിൽ ബ്ലാക്ക് സ്മിത്ത് വർക്കുകളിലൊക്കെയാണ് ഇത്തരത്തിൽ ലെഗ് വൈസ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ലെഗ് വൈസ് ആർ യൂസ്ഡ് ഇൻ ഫോർജിങ് ഓർ ബ്ലാക്ക് സ്മിത്ത് വർക്ക്. It is made up of mild steel because to avoid breakage while hammering. അപ്പൊ അതും ചോദിച്ചിട്ടുണ്ട്. മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് നമ്മുടെ ലെഗ് വൈസ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ വൈസ് മൈൽഡ് സ്റ്റീൽ തന്നെയാണ് ഉത്തരം വന്നത്. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്, മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെ. ഹാമറിങ് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാതെ ബ്രേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലെഗ് വൈസ് ഹാസ് ഓൺലി എ ലൈൻ കോണ്ടാക്ട്, അല്ലെ, ഇത്തരത്തിൽ ലൈൻ കോണ്ടാക്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കാം. ബിറ്റ്വീൻ ദ വർക്ക് ആൻഡ് ജോബ് പ്ലേറ്റ് ഇൻസ്റ്റെഡ് ഓഫ് സർഫസ് കോണ്ടാക്ട്. സാധാരണഗതിയിൽ സർഫസ് കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്ത്, എന്നാൽ ലെഗ് വൈസിലേക്ക് വരുന്ന സമയത്ത് ലൈൻ കോണ്ടാക്ട് ആണ് അവിടെ ഉണ്ടാവുക എന്നുള്ളതും ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. ദ ആക്യുറസി ഓഫ് മെഷർമെന്റ് by Option C. യെസ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം. അപ്പൊ ഓപ്ഷൻ സി ആയിരിക്കും വരുന്നുണ്ടാവുക, അല്ലെ. ഓപ്ഷൻ ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മിക്കപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള വളരെ ബേസിക് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത്തരത്തിൽ ആക്യുറസി ഓഫ് മെഷർമെന്റ്, അല്ലെ, ബൈ ട്രൈ സ്ക്വയർ ഈസ് അബൌട്ട്. ഇപ്പൊ ട്രൈ സ്ക്വയറുമായി ബന്ധപ്പെട്ട അതിന്റെ ആക്യുറസി, ആ ട്രൈ സ്ക്വയർ എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതിൽ പ്രധാനമായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ള ഏരിയ അതിന്റെ ആ ഒരു ആക്യുറസി തന്നെയാണ്. 0.002 mm per 10 mm ലെങ്ത്, അല്ലെ. ഒരു 10 mm ലെങ്ത് എടുക്കുന്ന സമയത്ത് അവിടെ എത്രയാണ്? 0.002 mm ആണെന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ ട്രൈ സ്ക്വയറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അതിന്റെ സ്പെസിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. അപ്പൊ ട്രൈ സ്ക്വയറിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമുക്കറിയാം, ട്രൈ സ്ക്വയറിനകത്ത് ഇത്തരത്തിലുള്ള ഒരു ബ്ലേഡ് പോർഷൻ ഉണ്ടാകും, അതുപോലെ തന്നെ സ്റ്റോക്ക് പോർഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ബ്ലേഡ് പോർഷൻ ഉണ്ട്, സ്റ്റോക്ക് പോർഷൻ ഉണ്ട്. അപ്പൊ ഈ ബ്ലേഡിന്റെ ലെങ്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അതിനെ സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക. അപ്പം ഒരു ട്രൈ സ്ക്വയറിന്റെ ആക്യുറസി 0.002 mm per 10 mm ലെങ്ത് ആണെന്ന് കണ്ടു നമ്മൾ. അതിനെ സ്പെസിഫൈ ചെയ്യുന്നത് ആ ലെങ്ത് ഓഫ് ബ്ലേഡ്, ആ ബ്ലേഡിന്റെ ലെങ്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ട്രൈ സ്ക്വയർ എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡൻഡ് സ്റ്റീൽ. അപ്പൊ അതും ചോദിച്ചിട്ടുള്ളതാണ്. ട്രൈ സ്ക്വയർ ആർ മെയ്ഡ് ഓഫ് ഹാർഡൻഡ് സ്റ്റീൽ. സ്റ്റീലാണ്, അത് ഹാർഡനിങ് പ്രോസസ്സിന് വിധേയമായിട്ടുള്ള ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ പലപ്പോഴും ഒരു മിസ്റ്റേക്ക് വരാറുള്ളത് മെഷറിംഗ് 90 ഡിഗ്രി എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ടാകും. അത് ആദ്യം തന്നെ കിടക്കുന്നുണ്ടാകും. നമ്മളത് പെട്ടെന്ന് എക്സാം ഹോളിൽ അത് മാർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരിക്കലും മെഷറിംഗ് 90 ഡിഗ്രി അല്ല എന്നുള്ളത് ഓർത്തിരിക്കുക. അവിടെ എന്താണ്? ചെക്കിംഗ് ആണ്, അല്ലെ. അവിടെ എന്താണ്? ഒരു ചെക്കിംഗ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല.
അതിനെ സ്ക്വയർനെസ് ഫ്ലാറ്റ്നെസ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാനേ പറ്റുന്നുണ്ടാവുക. സോ ചെക്കിംഗ് 90 ഡിഗ്രി ആണെന്നുള്ളതും ഓർത്തിരിക്കുക. സോ അതൊരു മെഷർമെന്റ് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, അത് ചെക്ക് ചെയ്യാൻ മാത്രമേ ഒരു ഗേജ് പോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, ട്രൈ സ്ക്വയറുമായി ബന്ധപ്പെട്ട് ഹാർഡ് ആൻഡ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അതിന്റെ ആക്യുറസി എന്ന് പറയുന്നത് 0.002 mm per 10 mm ലെങ്ത് ആണ്. ലെങ്ത് ഓഫ് ദ ബ്ലേഡ് ആണ് നമ്മൾ അതിനെ സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക. സോ ഇറ്റ്സ് യൂസ്ഡ് ഫോർ സ്ക്വയർനെസ്, അല്ലെ, യൂസ്ഡ് ഫോർ ചെക്ക് സ്ക്വയർനെസ്, ഫ്ലാറ്റ്നെസ് ഓർ ചെക്കിംഗ് 90 ഡിഗ്രി. സോ ഈ 4 പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരുന്നാൽ മതിയാകും. ഓക്കെ, മറ്റൊരു ചോദ്യം PSC ക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് ജെന്നി കാലിപ്പറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. സോ ജെന്നി കാലിപ്പർ ഈസ് ഓൾസോ നോൺ പ്രീവിയസ് എല്ലാവരും കണ്ടു. യെസ്, റൈറ്റ് ആൻസർ ആണ്, സംശയമൊന്നും വേണ്ട. ഹെർമാഫ്രോഡൈറ്റ് കാലിപ്പർ എന്ന് പറയുന്നതും ലെഗ് ആൻഡ് പോയിന്റ് കാലിപ്പർ എന്ന് പറയുന്നതും ഓഡ് ലെഗ് കാലിപ്പർ എന്ന് പറയുന്നതെല്ലാം എന്ത് തന്നെയാണ്? ഈ നമ്മുടെ ജെന്നി കാലിപ്പർ തന്നെയാണ്. സോ ജെന്നി കാലിപ്പർ തന്നെയാണ്. സോ ഓൾ ഓഫ് ദി എബോവ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ജെന്നി കാലിപ്പർ. അപ്പൊ ജെന്നി കാലിപ്പർ എന്തിന് യൂസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഇത്തരത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മളുടെ ആ ഒരു എന്താണ് ഒരു സെന്റർ കണ്ടുപിടിക്കാനൊക്കെ ഇത്തരത്തിൽ ആ ഒരു എന്താണ് ബെൻഡ് ലെഗ് ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് സെന്റർ മാർക്ക് ചെയ്യാനും ഒക്കെ കൃത്യമായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാലിപ്പറാണ് ജെന്നി കാലിപ്പർ എന്ന് പറയുന്നത്. ജെന്നി കാലിപ്പറിന്റെ പേര് ഓഡ് ലെഗ് കാലിപ്പർ ആണ്, അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു ലെഗിന് എന്താണ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെ. എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു എന്താണ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബെൻഡ് ചെയ്തിട്ടുണ്ടാകും. സോ ജെന്നി കാലിപ്പർ ഹാവ് ഓൺലി one leg with adjustable divider point while other is bend leg, അല്ലെ. അതിനകത്ത് ഒന്നെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അപ്പം ബെൻഡ് ചെയ്തിട്ടുള്ള ഒരു ലെഗ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഫോർ എക്സാമ്പിൾ ഒരു റെഫറൻസ് സർഫസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് കൃത്യമായിട്ട് പോയിന്റുകൾ മാർക്ക് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെന്റർ, ഒരു റോഡിന്റെ ഒക്കെ സെന്റർ കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് എന്താണ് ഇത്തരത്തിൽ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു കാലിപ്പർ യൂസ് ചെയ്യാൻ സാധിക്കും. ദീസ് ആർ അവൈലബിൾ ഇൻ സൈസസ് ലൈക്ക് 150 mm, 200 mm ആൻഡ് 250 mm ആൻഡ് 300 mm ആണെന്നുള്ളതും ഓർത്തിരിക്കുക. അതിന്റെ അവൈലബിൾ സൈസസ് ആണ്. സോ സൈസസ് എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു എന്താണ് ആ ഒരു ഫൾക്രവും ദെൻ കറസ്പോണ്ടിങ് ആൻഡ് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദീസ് ആർ അവൈലബിൾ ഇൻ സൈസ് ഓഫ് 150 mm ആൻഡ് 200 mm ആൻഡ് 250 ആൻഡ് 300 mm ആണെന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഇൻ എ ബെവൽ പ്രൊട്രാക്ടർ ആംഗിൾ, bevel protractor angles can be measured within accuracy. Option B. Yes, right answer ആണ്. B. യെസ്, ഓപ്ഷൻ ബി ആണ്. 1 ഡിഗ്രി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക, അല്ലെ. ബിവൽ പ്രൊട്രാക്ടർ നമുക്കറിയാം, ആംഗിൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റുമായി ബന്ധപ്പെട്ടാണ് ബിവൽ പ്രൊട്രാക്ടർ, സൈൻ ബാറുകൾ ഒക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ അതിനകത്ത് എന്താണ് ആ ഒരു മെഷറിംഗ് ആക്യുറസി, ആ ഒരു പ്രൊട്രാക്ടറിന്റെ ആക്യുറസി എത്രയാണ്? 1 ഡിഗ്രി ആണെന്നുള്ളതും ഓർത്തിരിക്കാം. സോ ബിവൽ പ്രൊട്രാക്ടർ ഈസ് എ ഡയറക്റ്റ് ആംഗുലാർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. ഇതിൽ ഡയറക്റ്റ് നമുക്ക് ആംഗിൾ മെഷറിംഗ് ചെയ്യാൻ പറ്റുന്ന സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ബിവൽ പ്രൊട്രാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ ബിവൽ പ്രൊട്രാക്ടർ. ഓക്കെ, ഗ്രാജുവേഷൻ മാർക്ക്ഡ് ഫ്രം 0 ഡിഗ്രി ടു 180 ഡിഗ്രി, അല്ലെ. ഇത്തരത്തിൽ 0 ഡിഗ്രിയിൽ നിന്നും അത്ര 180 ഡിഗ്രിയാണ് അവിടെ ആംഗിൾ മെഷർമെന്റ്, ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. സോ ആംഗിൾ ക്യാൻ ബി മെഷേർഡ് വിത്ത് ആൻ ആക്യുറസി ഓഫ് 1 ഡിഗ്രി, അല്ലെ. ഇത്തരത്തിൽ 1 ഡിഗ്രി ആണെന്നുള്ളതും ഓർത്തിരിക്കാം. സോ അതിന്റെ ആക്യുറസി എത്രയാണ്? ആംഗിൾ ക്യാൻ ബി മെഷേർഡ് വിത്ത് 1 ഡിഗ്രി യൂസിങ് ദിസ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഫോർ ദ കറക്റ്റ് ലൊക്കേഷൻ ആൻഡ് സീറ്റിംഗ്, for the correct location and seating of wing compass. Dash Option C. Option C. Option C. Option C. Option C. 30 degree dot punch. Okay, 30 degree. ഓപ്ഷൻ എ പറയുന്നുണ്ട്. ഓപ്ഷൻ എ അപ്പൊ കൺഫ്യൂഷൻ ഉണ്ട് തോന്നുന്നു, അല്ലേ എല്ലാവർക്കും? Option A. Option A. യെസ്, റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് Option C. Option A. Option A. Option A. ഓപ്ഷൻ എ ആണ് നമ്മളുടെ കൺഫ്യൂഷൻ ഉണ്ടോ, അല്ലേ? അപ്പൊ ശ്രദ്ധിക്കാം, നമ്മുടെ പഞ്ചസ് അതിലേക്ക് വരാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ കറക്റ്റ് ലൊക്കേഷൻ ആൻഡ് സീറ്റിംഗ് ഓഫ് വിങ് കോമ്പസ്. അപ്പൊ നിങ്ങൾ എടുത്ത് പറയാണ് വിങ് കോമ്പസ് എന്ന് പറയുമ്പോൾ വിങ് കോമ്പസിന്റെ ലെഗ് നമ്മൾ സാധാരണഗതിയിൽ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാനും സീറ്റ് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യുന്നത് ഏത് പഞ്ച് മാർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90 ഡിഗ്രി ഡോട്ട് പഞ്ച്, 60 ഡിഗ്രി ഡോട്ട് പഞ്ച് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, 60 ഡിഗ്രി ഡോട്ട് പഞ്ച് തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, ഈ പഞ്ചുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രധാനപ്പെട്ട 3 പഞ്ചുകളാണുള്ളത്. ഒന്ന് പ്രിക് പഞ്ച് ഉണ്ട്, അത് 30 ഡിഗ്രിയാണ് ഇൻക്ലൂഡ് ആംഗിൾ വരുന്നുണ്ടാവുക. അപ്പൊ പ്രിക് പഞ്ച് ഒക്കെ നമ്മൾ സാധാരണ എന്തിനു വേണ്ടിയിട്ടാ? ഡിവൈഡേഴ്സിന്റെ ഒക്കെ എന്താണ് ലെഗ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്, അല്ലെ. പ്രിക് പഞ്ച് ഡിവൈഡേഴ്സിന്റെ ഒക്കെ ആ ഒരു ലെഗ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ 30 ഡിഗ്രി പ്രിക് പഞ്ച് കഴിഞ്ഞാൽ 60 ഡിഗ്രി പ്രിക് പഞ്ചിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡോട്ട് പഞ്ച് എന്ന് പറയുന്നത്. ഈ ഡോട്ട് പഞ്ച് പ്രധാനമായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള വിറ്റ്നസ് മാർക്കുകൾ, അല്ലെ, വിറ്റ്നസ് മാർക്കുകൾക്ക്
വിറ്റ്നസ് മാർക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഡോട്ട് പഞ്ച് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ 60 ഡിഗ്രി ഡോട്ട് പഞ്ച് തന്നെ ഇവിടെ നമ്മളുടെ ആ ഒരു എന്താണ് വിങ് കോമ്പസിന്റെ ലെഗ് ഫിക്സ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്യാനും കൂടി യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഓർത്തിരിക്കാൻ. കാര്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവർ എടുത്ത് പറയുന്നുണ്ട് ഇത്തരത്തിൽ വിങ് കോമ്പസിന്റെ ലെഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 60 ഡിഗ്രി ഡോട്ട് പഞ്ചസ് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നവർ എടുത്ത് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് കൃത്യമായിട്ട് അത് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ സെന്റർ പഞ്ചിലേക്ക് വരുമ്പോൾ നമുക്കറിയാം എന്താണ് നമ്മുടെ ആ ഒരു ഡ്രില്ലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് തുടക്കത്തിൽ നമുക്കൊരു ഒരു പഞ്ച് മാർക്ക് നമുക്ക് വേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെന്റർ പഞ്ച് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഇത്തരത്തിൽ ഡ്രില്ലിംഗ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സെന്റർ പഞ്ച് 90 ഡിഗ്രിയാണ് ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ പഞ്ചസുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബേസിക് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3 ചോദ്യങ്ങളും പ്രധാനമായിട്ടും ചോദിക്കേണ്ടത് സാധാരണ ചോദിക്കാറുള്ളത് ഒന്നെങ്കിൽ അതിന്റെ ആംഗിളും അതിന്റെ പർപ്പസുമാണ് അല്ലെ. അപ്പൊ പ്രിക് പഞ്ച് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഡിവൈഡേഴ്സിന്റെ ഒക്കെ ലെഗ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിക് പഞ്ച് അതിന്റെ ആംഗിൾ 30 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഡ്രില്ലിംഗ് പർപ്പസുകൾക്ക് നമ്മൾ സാധാരണ തുടക്കത്തിൽ നമ്മൾ ഡ്രിൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു പഞ്ച് മാർക്ക് കൊടുക്കുന്നുണ്ടാവും. ദാറ്റ് ഈസ് വളരെ വൈഡ് ആയിട്ടുള്ള 90 ഡിഗ്രി ഇൻക്ലൂഡഡ് ആംഗിൾ ആയിട്ടുള്ള സെന്റർ പഞ്ച് കൊണ്ട് നമ്മൾ മാർക്ക് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു ചോദ്യം വരാറ് വിറ്റ്നസ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോട്ട് പഞ്ച് യൂസ് ചെയ്യാറുണ്ട്. അതായത് 60 ഡിഗ്രി പ്രിക് പഞ്ച് തന്നെയാണ് ഡോട്ട് പഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, വിറ്റ്നസ് മാർക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക ഓരോന്നും തമ്മിൽ ഇടയിൽ മിനിമം 4 mm മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും അല്ലെ. മിനിമം അല്ലെങ്കിൽ എന്താണ് 4 mm ആണ് കൃത്യമായിട്ട് അതിന്റെ ഇൻ ബിറ്റ്വീൻ 2 മാർക്കിംഗുകൾക്ക് ഇടയിലുള്ള ആ ഒരു ലെങ്ത് എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തിരിക്കാം. 4 mm ആണ് വിറ്റ്നസ് മാർക്കിന്റെ ഇൻ ബിറ്റ്വീൻ 2 മാർക്കുകൾക്കിടയിലുള്ള ആ ഒരു പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ വിങ് കോമ്പസ്. ഈ ചിത്രത്തിൽ കാണുന്ന നമ്മുടെ വിങ് കോമ്പസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിങ് കോമ്പസ് ഉണ്ട്. സോ വിങ് കോമ്പസ് നമ്മൾ അതിന്റെ ലെഗ് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡോട്ട് പഞ്ച് തന്നെയാണ്. ഓക്കെ, അതും കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കാം. സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സംശയമുള്ളവർ ഒന്ന് നോക്കുക, നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് നോക്കിയാൽ മതി. വിങ് കോമ്പസിന്റെ ഹെഡിങ് നിങ്ങൾ എടുക്കുക, അതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡോട്ട് പഞ്ച് 60 ഡിഗ്രി ഡോട്ട് പഞ്ച് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ദ പഞ്ച് യൂസ്ഡ് ടു ലൊക്കേറ്റ് ഓർ മാർക്ക് ദ സെന്റർ ഓഫ് സിലിണ്ടറിക്കൽ റോഡ്. ഓപ്ഷൻ ബി. സംശയമൊന്നുമില്ല, റൈറ്റ് ആൻസർ ആണ്. സിലിണ്ടറിക്കൽ റോഡുകൾ, ഇത്തരത്തിലെ സിലിണ്ടറിക്കൽ റോഡിന്റെ ഒക്കെ സെന്റർ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പഞ്ച് ഏതാണ്? സോ ഓപ്ഷൻ എ ഹോളോ പഞ്ച്, ഓപ്ഷൻ ബി ബെല്ല്, ഓപ്ഷൻ സി പിന്ന്, ഓപ്ഷൻ ഡി സെന്റർ പഞ്ച്. ഓക്കെ ഫൈൻ. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് ഓപ്ഷൻ ബി ആണ് അല്ലെ, ബെൽ പഞ്ച് തന്നെയാണ് നമ്മൾ. യെസ്, റൈറ്റ് ആൻസർ ആണ്, ബെൽ പഞ്ച് ആണ് അല്ലെ, ബെൽ പഞ്ച്. ഓക്കെ, അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ ബെൽ പഞ്ച് എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ നോക്കി നിങ്ങൾ ടേപ്പേർഡ് ആയിട്ടുള്ള ഒരു ഏരിയ കാണുന്നുണ്ടാവും. അതിലേക്ക് നമുക്ക് എന്താണ് നമ്മുടെ ഒരു വർക്ക് പീസ് നമുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ഏത് ഡയമെൻഷൻ ആയിക്കോട്ടെ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ സെന്റർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ആ ഒരു ലിമിറ്റിനുള്ളിലുള്ള നമുക്ക് ഇതിനകത്ത് ഈ ലിമിറ്റിനുള്ള ഏത് ഡയമെൻഷനിലുള്ള അല്ലെങ്കിൽ ഡയമീറ്ററുള്ള വർക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് അത് സെൽഫ് അലൈൻ ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ സെന്റർ പോയിന്റ് നമുക്ക് കിട്ടും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ആ ഒരു സിലിണ്ടറിക്കൽ റോഡിന്റെ ഒക്കെ സെന്റർ മാർക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടൈപ്പ് പഞ്ചാണ് ബെൽ പഞ്ച് എന്ന് പറയുന്നത്. യൂസ്ഡ് ടു ലൊക്കേറ്റ് ഓർ മാർക്ക് ദ സെന്റർ ഓഫ് സിലിണ്ടറിക്കൽ റോഡ് അല്ലെ. സിലിണ്ടറിക്കൽ റോഡുകളുടെ സെന്റർ ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബെൽ പഞ്ച്. ദ ബെൽ ഷേപ്ഡ് ഇൻ ഫ്രണ്ട് ആൻഡ് ഇറ്റ് സൈസ് ഡിപ്പെൻഡ്സ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് ദ ബെൽ അല്ലെ. ഇത്തരത്തിൽ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ ബെൽ ഷേപ്പ് പോലെ ഉണ്ടാവും അല്ലെ, നമ്മുടെ മണി പോലെ ഉണ്ടാവും അല്ലെ. ഇത്തരത്തിൽ ആ ഒരു ഷേപ്പ് ബെൽ ഷേപ്പ് ആണ്. അതുപോലെ തന്നെ എന്താണ് അതിന് ആ ഒരു ബെല്ലിന്റെ സർക്കംഫറൻസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തിരുന്നാൽ മതിയാകും. അവിടെ ചോദ്യം വരാൻ സാധ്യതയുള്ളത് ഇത്തരത്തിൽ സിലിണ്ടറിക്കൽ റോഡിന്റെ സെന്റർ മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പഞ്ച് ഏതാണ്? ബെൽ പഞ്ച് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം: ദ സ്ക്രൈബർ ഈസ് യൂസ്ഡ് along with the vernier height gauge for measuring height. ഓപ്ഷൻ എ ഓഫ്സെറ്റ് സ്ക്രൈബർ. ഓപ്ഷൻ എ ആണ് ഓഫ്സെറ്റ് സ്ക്രൈബർ ഉണ്ട്, പ്ലെയിൻ സ്ക്രൈബർ, ബെൻഡ് സ്ക്രൈബർ, ലൈൻ സ്ക്രൈബർ. അപ്പൊ ഇവിടെ വെർണിയർ ഹൈറ്റ് ഗേജുമായി ബന്ധപ്പെട്ട് അല്ലെ, വെർണിയർ ഹൈറ്റ് ഗേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രൈബർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. യെസ്, റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഓഫ്സെറ്റ് സ്ക്രൈബർ ആണ്. സോ വെർണിയർ ഹൈറ്റ് ഗേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രൈബർ ഏതാണെന്ന് ചോദിച്ചാൽ സർഫസ് ഗേജിൽ നമ്മൾ ഏതായിരിക്കും സാധാരണ യൂസ് ചെയ്യുന്നുണ്ടാവുക? സർഫസ് ഗേജിൽ രണ്ടും യൂസ് ചെയ്യാം അല്ലെ. ഇത്തരത്തില് യൂണിവേഴ്സൽ ആകുമ്പോൾ നമുക്ക് ഏതായിരിക്കും? യൂണിവേഴ്സലിനകത്ത് നമുക്ക് ബെൻഡ് സ്ക്രൈബറും നോർമൽ സർഫസ് ഗേജിനകത്ത് നമുക്ക് പ്ലെയിൻ സ്ക്രൈബറും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അല്ലെ. ഓക്കെ ഫൈൻ. അപ്പൊ ഇവിടെ വെർണിയർ ഹൈറ്റ് ഗേജിൽ നമുക്ക് യൂസ് ചെയ്യുന്നത് ഓഫ്സെറ്റ് സ്ക്രൈബർ തന്നെയാണ്, സംശയമൊന്നും വേണ്ട. ഇത്തരത്തിലുള്ള ഓഫ്സെറ്റ് സ്ക്രൈബർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ ഫൈൻ. അപ്പോൾ ഈ സ്ക്രൈബറുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് ഇത്തരത്തിലുള്ള വളരെ ഷാർപ്പായിട്ടുള്ള എന്താണ്
ലൈൻസുകൾ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ സ്ക്രൈബേഴ്സ് യൂസ് ചെയ്യുന്നത്. ഡ്രോയിങ് ക്ലിയർ ആൻഡ് ഷാർപ്പ് ലൈൻസ് ഓൺ എ ഫൈൽഡ് ഓർ മെഷീൻഡ് മെറ്റൽ സർഫസ്. ഇത്തരത്തിൽ വളരെ ഫയൽഡ് അല്ലെങ്കിൽ മെഷീൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പോളിഷ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫയൽ ചെയ്തിട്ടുള്ള ആ ഒരു സർഫസിലേക്ക് നമ്മൾ ഇത്തരത്തിൽ നേരത്തെ കണ്ട പോലെ മാർക്കിംഗ് മീഡിയ ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രൈബേഴ്സിന്റെ സഹായത്തോടു കൂടിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ ഒരു ലൈൻസ് ഡ്രോ ചെയ്യുന്നുണ്ടാവുക. സോ സ്ക്രൈബേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ അല്ലെ, ഇത്തരത്തിൽ ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. പ്രധാനമായിട്ടും ഇത്തരത്തിൽ ബെൻഡ് ടൈപ്പ് സ്ക്രൈബേഴ്സ് ഉണ്ട്, പ്ലെയിൻ സ്ക്രൈബേഴ്സ് ഉണ്ട്, ഓഫ്സെറ്റ് സ്ക്രൈബേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ടും 3 തരത്തിലാണ് ബെൻഡ് ടൈപ്പ്. അപ്പം ബെൻഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ബെൻഡ് ചെയ്തിരിക്കുന്ന ടൈപ്പ് സ്ക്രൈബേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. മറ്റേത് നേരെ ഇത്തരത്തിലിരിക്കുന്ന സ്ക്രൈബേഴ്സ് അവൈലബിൾ ആണ്. സോ ഇത് 3ാമത്തെ ടൈപ്പാണ് ഓഫ്സെറ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബെൻഡ് ടൈപ്പ് സ്ക്രൈബേഴ്സ് ആണ്. യൂണിവേഴ്സൽ സർഫസ് ഗേജിൽ കാണപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. യൂണിവേഴ്സൽ സർഫസ് ഗേജിൽ കാണപ്പെടുന്നത് ബെൻഡ് ടൈപ്പ് സ്ക്രൈബർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് നമ്മുടെ വെർനിയർ ഹൈറ്റ് ഗേജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓഫ്സെറ്റ് ടൈപ്പ് സ്ക്രൈബർ ആണെന്നുള്ളത് കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം, ദ സൈസ് ഓഫ് ദ ഡിവൈഡർ റേഞ്ചസ് ഫ്രം. Option B. ഓപ്ഷൻ യെസ്, റൈറ്റ് ആൻസർ ആണ്, സംശയമൊന്നും വേണ്ട. ദ സൈസ് ഓഫ് ദ ഡിവൈഡറിന്റെ സൈസ് ഓഫ് ദ ഡിവൈഡർ റേഞ്ചസ് ഫ്രം ഓപ്ഷൻ എ 100 mm to 200 mm അല്ല, നമുക്കറിയാം ഓപ്ഷൻ ബി തന്നെയാണ്, സംശയമൊന്നുമില്ല. ഓപ്ഷൻ ബി തന്നെയാണ് ഉത്തരം വരിക. 50 mm മുതൽ 200 mm വരെയാണ് അതിന്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. അപ്പൊ ഡിവൈഡർ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഡിവൈഡേഴ്സ് ഉണ്ട്. സോ ഡിവൈഡർ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന ഒരു ടൈപ്പ് ഡിവൈഡർ തന്നെയാണ്. അപ്പൊ അതിന്റെ സൈസ് റെപ്രസെന്റ് ചെയ്ത് നോക്കി, ഇവിടെ ആ ഒരു ഫൽക്രം ഉണ്ടാവും, അതിന്റെ സെന്റർ. ഓക്കെ, ആ സെന്റർ മുതൽ നമ്മുടെ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ബേസിക്കലി നമ്മൾ സൈസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് ആൻ ഇൻസ്ട്രുമെന്റ് ഫോർ മെഷറിംഗ്, ട്രാൻസ്ഫറിംഗ് ഓർ മാർക്കിംഗ് ഓഫ് ഡിസ്റ്റൻസ് അല്ലെ. ഇത്തരത്തിൽ ഒന്നുകിൽ മെഷർ ചെയ്യാനോ, അതുപോലെ തന്നെ മെഷർ ചെയ്യാനോ, ഇൻ ദ സെൻസ് അത് ഇൻഡയറക്റ്റ് മെഷറിംഗ് ആണ്. അപ്പൊ അതുപോലെ തന്നെ എന്താണ് ട്രാൻസ്ഫറിങ്, അതുപോലെ തന്നെ മാർക്കിംഗ് ഓഫ് ഡിസ്റ്റൻസ് അല്ലെ, ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിവൈഡർ എന്ന് പറയുന്നത്. സോ ഓൾസോ ഫോർ സ്ക്രൈബിംഗ് ആർക്ക് സർക്കിൾസ്, ഇത്തരത്തിൽ ആർക്ക് നമ്മൾ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർക്കിൾ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്ക്രൈബ് ചെയ്യാനൊക്കെ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. സൈസ് ഓഫ് ഡിവൈഡർ റേഞ്ചസ് ഫ്രം 50 mm to 200 mm. ഇത്തരത്തിൽ 50 mm മുതൽ 200 mm വരെയാണ് നമ്മൾ സാധാരണഗതിയിൽ അതിന്റെ ഒരു ഡിവൈഡറിന്റെ റേഞ്ച് സൈസ് കാണപ്പെടുന്നുണ്ടാവുക. ഓർത്തിരിക്കാം. ദ സൈസ് ഓഫ് ഡിവൈഡർ എന്ന് പറയുന്നത് എന്താണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്? ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ടു ദ സെന്റർ ഓഫ് ദ ഫൽക്രം. ഇത്തരത്തിൽ ആ ഒരു പിവോട്ട് അല്ലെങ്കിൽ ഫൽക്രത്തിന്റെ സെന്റർ മുതൽ നമ്മളുടെ പോയിന്റ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടാവുക, സൈസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ദ സ്പെസിഫിക്കേഷൻ ഓഫ് ദ ഡിവൈഡർ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ജോയിന്റ് ആൻഡ് ലെങ്ത്. ഇവിടെ ഏത് തരത്തിലുള്ള ജോയിന്റ് ആണ്, ഇത്തരത്തിലുള്ള ഏത് ജോയിന്റ് ആണെന്നും അതുപോലെ തന്നെ അതിന്റെ ലെങ്തുമാണ് കൃത്യമായിട്ട് അതിന്റെ സൈസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക. അതിന്റെ ഒരു ജോയിന്റ്, അതിന്റെ സ്പെസിഫൈ ചെയ്യുന്നത് ഒന്നുകിൽ ജോയിന്റ് അല്ലെങ്കിൽ ലെങ്ത് വെച്ചിട്ട് നമ്മൾ സാധാരണ സ്പെസിഫൈ ചെയ്യാറുണ്ട്. സോ ഇത്രയാണ് നമുക്ക് ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്.